തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പ്രതിരോധിക്കാൻ നടത്തുന്ന ഗൃഹസന്ദർശനത്തിൽ പെരുമാറ്റച്ചട്ടവുമായി CPIM. ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത്, ക്ഷമാപൂർവ്വം മറുപടി നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നേതാക്കൾക്ക് പാർട്ടി നൽകിയിരിക്കുന്നത്. ഗൃഹസന്ദർശനം ഈ മാസം 25 വരെ തുടരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM ഗൃഹസന്ദർശന പരിപാടി തുടങ്ങിയത്. സന്ദർശനത്തിനായി എത്തുന്ന നേതാക്കൾ പാലിക്കേണ്ടത് എന്തൊക്കെയെന്ന് വിശദമാക്കുന്ന നിർദ്ദേശങ്ങൾ CPM ഔദ്യോഗികമായി പുറത്തിറക്കി. ചെറിയ സ്ക്വാഡുകളായി വീട് കയറണം, വീടിനകത്തിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കണം, തർക്കിച്ച് ജയിക്കുന്നതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിയായ ധാരണകളിലെത്തിക്കാനും ക്ഷമാപൂർവ്വം ഇടപെടണം, എല്ലാ അംഗങ്ങളുമായും നേരിട്ട് സംസാരിക്കുന്ന രീതിയാണ് ഉണ്ടാവേണ്ടത്. ഇങ്ങനെ പോകുന്നു നിർദ്ദേശങ്ങൾ. പലയിടങ്ങളിലും പ്രധാന നേതാക്കളുടെ ചുമതലയിലാണ് സന്ദർശനങ്ങൾ പുരോഗമിക്കുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്നും പഠിക്കുക, ജനങ്ങളെ കേൾക്കുക, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക, അത് ഒരു പുതുമയുള്ള കാര്യമേ അല്ല. വിവിധ സന്ദർഭങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ ഇങ്ങനെ ഭവന സന്ദർശന പരിപാടികൾ CPIM നടത്താറുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മറുപടികൾ കൃത്യമായി നൽകണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. A. പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കണം. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതത്തോടുള്ള വിദ്വേഷമല്ല എന്ന കാര്യവും ധരിപ്പിക്കണം. RSSനെതിരായ വിമർശനം ഹിന്ദു വിശ്വാസികൾക്കെതിരല്ലെന്നും ജമാഅത്തെ ഇസ്ലാമിയെയും ലീഗിനെയും വിമർശിക്കുന്നത് ഇസ്ലാം വിരോധമല്ലെന്നുമുള്ള കാര്യം വ്യക്തമാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.